നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് തേങ്ങ ചേർത്ത് നമ്മുടെ ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശയും സാമ്പാർ ഉണ്ടാക്കിയാൽ 2 ഗുണമുണ്ട്. രാവിലെയും കഴിക്കാം, അതുപോലെ ഉച്ചയ്ക്ക് ചോറിനും എടുക്കാം. അപ്പോൾ അതുകൊണ്ട് 2 കൂടെ ചേർത്താണ് സാമ്പാർ ആക്കിയത്. പച്ചക്കറി ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ആദ്യത്തെ ദിവസം നല്ലതുപോലെ ഞങ്ങൾ ഞങ്ങൾ 2 പേരും മത്സരിച്ച് കഴിക്കും. സാമ്പാറും കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ റൂട്ട്സ് ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഓരോ മുട്ട ബുൾസയുണ്ട്. ഇത് രാവിലത്തെ നാടൻ കാപ്പിപ്പൊടി, AVTയുടെ കാപ്പിപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കാപ്പിയിലെ പാല് ചേർത്തതാണ്. ഞാൻ ചായ കുടിക്കാറില്ല. പ്ലെയിൻ ചായ കുടിച്ചാലും പാൽ ചായ കുടിക്കും. പാൽ ചായ കുടിക്കാനൊരു രുചിയില്ല. അതുകൊണ്ട് കോഫിയാണ്. അത് രാവിലത്തേതാണ്. രാവിലെ കൂടെ 2 ഗ്ലാസ് വെള്ളം കുടിച്ചതുകൊണ്ട് കോഫിയോടെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ആരംഭിക്കാം. കൊണ്ട് ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കും. 2 വിസിൽ. എന്നിട്ട് ഓഫ് ചെയ്യും. മറ്റൊരു സാമ്പാർ എടുക്കാനുള്ള പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് പുളി പിഴിയും. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി പിഴിഞ്ഞ് അരിച്ച് ഈ പാത്രത്തിലാക്കിയിട്ട് അതിനകത്ത് 1 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, അല്പം കായപ്പൊടി, അല്പം ഉപ്പ് ചേർത്താണ് കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അത്രയും കൂടെ ചേർത്ത് തിളച്ച് ഉപ്പ് പാകത്തിനാക്കി കഴിഞ്ഞാൽ ഞാൻ കടുക് വറുത്തിടും. അപ്പോഴത്തേക്ക് നമ്മുടെ ഒരുതും കുറുകിയ നല്ല സാമ്പാർ കിട്ടും. ഇനി ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് 1 ഗ്ലാസ് പൊടി എടുത്തുള്ളൂ. ഒരു 6 ഗോതമ്പ് ദോശയൊക്കെ കാണും. അത് മതി, ബ്രേക്ക്ഫാസ്റ്റിന് അത് മതി. അല്പം തേങ്ങാപ്പീരയും കൂടെ ചേർത്ത് കലക്കി വെച്ചിട്ടുണ്ട്. അത് വലിയ ഫ്രൈ ഇതായതുകൊണ്ട് 3 ദോശ വീതം കൊരി വെച്ച് കഴിഞ്ഞാൽ നല്ലതുപോലെ അത് 2 വശവും ബ്രൗൺ ആകുന്നത് വരെ വേവിക്കും. ഇല്ലെങ്കിൽ വല്ലായ്മയാണ്. അതുകൊണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ഒരു റൊട്ടി ചപ്പാത്തി പോലൊക്കെ തന്നെ ഇരിക്കും. ഇതും കൂട്ടി ജസ്റ്റ് നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നോൺ സ്റ്റിക്ക് ഫ്രൈയിങ് പാനാണ് എങ്കിലും ഒരല്പം എണ്ണയൊക്കെ തടവിയെങ്കിൽ മതി. എണ്ണ ഒഴിക്കണം, എങ്കിലേ ഇപ്പോൾ ദോശക്കല്ല് അതിനകത്ത് നിന്ന് ഫ്രൈയിങ് പാനിൽ നിന്ന് ദോശ ഇളകി വരത്തുള്ളൂ. കുറേ ഉപയോഗിച്ച് കഴിയുമ്പോൾ എത്ര നോൺ സ്റ്റിക്ക് പ്രസ്റ്റീജിൻ്റെയാണ് എങ്കിലും ഏത് നല്ല ബ്രാൻഡ് വാങ്ങിച്ചാലും എണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ അത് ജസ്റ്റ് പ്രത്യേകിച്ച് ഈ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ ഒരുവിധം നല്ല ഒരു ഫയറിൽ വെച്ച് വേണം ഉണ്ടാക്കാൻ. ഇല്ലെങ്കിൽ ഇത് ഉണ്ടാക്കി അത് വെന്ത് വരാനായിട്ട് കുറേ താമസിക്കും. അതുകൊണ്ട് തീ അറിയാതെ തന്നെ ഇച്ചിരി ഹൈ ഫയറിലൊക്കെ ആയി പോകും. ആ സമയത്ത് എണ്ണയൊക്കെ അതിലൊക്കെ ജസ്റ്റ് പറ്റിപ്പിടിച്ചിരിക്കും. അത് പിന്നെ ക്രമേണ അതിൻ്റെ മുകളിലത്തെ കോട്ടിങ്